വയനാട് പഞ്ചാരക്കൊല്ലിയിൽ കടുവയ്ക്കായുള്ള തെരച്ചിൽ മൂന്നാം നാൾ. പഞ്ചാരക്കൊല്ലിയിലെ പരിസരത്തെയും ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് പോലീസ് നിർദ്ദേശിച്ചു. അതിനിടെ ഇന്നത്തെ നടപടികൾ മാധ്യമങ്ങളോട് വിശദീകരിക്കുന്നതിനിടെ DFOയുടെ പ്രതികരണം പോലീസ് തടഞ്ഞു. മാനന്തവാടി SHO TA അഗസ്റ്റിനാണ് മാധ്യമങ്ങളോട് സംസാരിക്കുന്നതിനിടെ DFOയുടെ പ്രതികരണം തടഞ്ഞത്. പിന്നെ അതുപോലെ റെഗുലർ പെട്രോളിംഗ് സംവിധാനം ഉണ്ടാവും. ഇന്നിവിടെ ഒരു ലൈവും ഇല്ല, എല്ലാ ഗേറ്റിന് പുറത്താണ് കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് പറയായിരുന്നു, ഇപ്പോഴല്ല പറയേണ്ടത്. പഞ്ചാരക്കൊല്ലിയിൽ ജയിലാണ്. സുർജിത്ത്, SHO കുറച്ച് ദേഷ്യക്കാരനാണെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞാൽ DFO പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിൽ ആ പറഞ്ഞ വാക്ക് മുഴുമിപ്പിക്കാതെ ഒന്ന് തടയുക എന്നൊക്കെ പറയുന്നതിനെ ധാർഷ്ട്യം എന്നല്ലാതൊരു വാക്ക് ഉപയോഗിച്ച് വിളിക്കാൻ കഴിയില്ല. സുർജിത്ത്, ഹാഷ്മി, ഇവിടെ ഈ ഉറക്കമുളച്ച് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഈ ആളെക്കൊല്ലി കടുവയെ കണ്ടെത്താനുള്ള ഒരു ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ്. അവരൊക്കെ അതിൻ്റെ ഭാഗമായി എത്രയോ ദിവസമായി, 3 ദിവസമായും സജീവമായ രീതിയിലുള്ള ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് DFO വിശദീകരിച്ചുകൊണ്ടിരുന്നത്. DFO മാർട്ടിൻ ലോവൽ ഇവിടെ എത്തുകയും ഇതുമായി ബന്ധപ്പെട്ട് ഈ കാര്യങ്ങൾ എന്താണ് ഇന്ന് ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ എന്നുള്ളത് വിശദീകരിക്കുകയാണ് ചെയ്തത്. ആ വിശദീകരണത്തിനിടയിൽ അതിൻ്റെ പകുതിയിൽ വെച്ച് ആണ് നേരെ ഈ SHO കയറി വരികയാണ്. ഈ SHO കയറി വന്ന ശേഷം ഈ പറയുന്നത് തടസ്സപ്പെടുത്തി നേരെ പിറകിലേക്ക് അദ്ദേഹത്തെ മാറ്റി. പിന്നീട് ഇതുമായി ബന്ധപ്പെട്ട് പിന്നീട് പറയുന്നത് ഇവിടെ ഒരു ലൈവും ഇല്ല, ഒന്നുമില്ല, എല്ലാവരും താഴേക്ക് ഇറങ്ങിക്കോ എന്നുള്ളത് ധാർഷ്ട്യത്തിൻ്റെ ഭാഷയിൽ ഈ SHO സംസാരിക്കുകയാണ്. അഗസ്റ്റിൻ എന്ന് പറയുന്ന ഇവിടുത്തെ SHO ആണ് ഈ നിലയ്ക്ക് ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും അതിനുശേഷം ഇവിടെ നിന്നും നമ്മൾ എന്തുകൊണ്ടാണ് ഇത് ഇങ്ങനെ ഒരു നടപടി എന്നുള്ള ചോദ്യം ചോദിച്ചു. ഇവിടെ നിന്ന് ഇറങ്ങാനൊക്കെ പറയാൻ എന്ത് അടിസ്ഥാനത്തിലാണ് ഇവിടെ നിന്ന് ഇറങ്ങാൻ പറയുന്നത് ഉൾപ്പെടെയുള്ള ചോദ്യം ചോദിച്ചു. ഇത് വനമേഖലയല്ല, ഇത് എസ്റ്റേറ്റ് ആണ്. ഈ എസ്റ്റേറ്റിനകത്താണ് ഇതിൻ്റെ ബേസ് ക്യാമ്പായി പ്രവർത്തിക്കുന്നത്. ഇവിടെ നിന്നാണ് പ്രതികരണം നടത്തുന്നത്. ഇവിടെ നിന്നാണ് DFO സംസാരിക്കുന്നത്. IFS റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ, ആ ഉദ്യോഗസ്ഥനെ തടയാൻ എന്ത് അധികാരമാണ് ഇദ്ദേഹത്തിനുള്ളത് എന്നുള്ള ചോദ്യമാണ് പ്രധാനമായും ഉയരുന്നത്. മാത്രമല്ല ഇന്നലെ പ്രതിഷേധം ഉണ്ടായി. ഇപ്പോൾ SHO പറയുന്നത് ഇനി DFO സംസാരിച്ചാൽ പ്രതിഷേധം ഉണ്ടാവും എന്നുള്ളതായിരിക്കും. DFOയ്ക്ക് കുഴപ്പമില്ലല്ലോ. സുർജിത്ത്, അവിടെ ഒരു സ്ത്രീയെ, രാധ എന്ന് പറയുന്ന 45 വയസ്സുകാരിയെ ഒരു കടുവ പിച്ച് ചീന്തി കൊന്ന ഒരു വേദനയുടെ നിമിഷങ്ങൾ നാട്ടുകാർക്ക് സങ്കടം ഉണ്ടാവുന്നേ. ആ സങ്കടം അവർ മന്ത്രിമാരോടും ഉദ്യോഗസ്ഥരോടും പ്രകടിപ്പിക്കും. അത് ഉദ്യോഗസ്ഥർക്ക് മനസ്സിലാവുമല്ലോ. SHO അങ്ങനെ കിടന്ന് ചാടേണ്ട കാര്യം എന്താ സുർജിത്തെ? തീർച്ചയായും ഹാഷ്മി, അത് തന്നെയാണ്. ഇവിടെ ഇതൊക്കെ ഈ നാട്ടുകാരായിട്ടുള്ള ആളുകളാണ്. നമുക്ക് അവരോട് ചോദിക്കാം, നിങ്ങൾ ആ ദൃശ്യം കണ്ടതല്ലേ, എന്താണ് നിങ്ങൾക്ക് ഇതിനകത്ത് പറയാനുള്ളത്? ഇത് കൃത്യമായിട്ട് ഒരു SHO ഇവിടെ മാധ്യമപ്രവർത്തകരെ തടയുന്ന ഒരു സാഹചര്യം അല്ലെങ്കിൽ ലൈവും മറ്റു കാര്യങ്ങളും ഒന്നും വേണ്ട എന്ന് പറഞ്ഞ് തടസ്സം ചെയ്ത് മാറ്റി നിർത്തുന്നതിൻ്റെ കാരണം ഇവിടെ നിന്ന് പുറത്തേക്ക് ഈ വാർത്തകളൊന്നും പുറത്തേക്ക് എത്തരുത് എന്ന് ആർക്കൊക്കെയോ നിർബന്ധമുള്ളതുപോലെയാണ്. അല്ലെങ്കിൽ അത്തരം ഒരു ചട്ടം ആ SHOയിൽ കെട്ടിവെച്ചുകൊണ്ടാണ് ഇങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ടെന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. കാരണം ഇന്നലത്തെ ഇവിടെ നടക്കുന്ന സമരം പോലും രാഷ്ട്രീയ പ്രേരിതമാണെന്നാണ് മിനിസ്റ്റർ പറയുന്നത്, വനം മന്ത്രി പറയുന്നത്. ഇതെല്ലാം കൂടി ഇതുമായി കൂട്ടി വായിക്കേണ്ട ഒരു അവസ്ഥയാണുള്ളത്. ഇവിടെ ഏതെങ്കിലും തരത്തിൽ രാഷ്ട്രീയ പ്രേരിതമായിട്ട് ഒരു സമരവും ഇവിടെ നടന്നിട്ടില്ല. ഇവിടെ ജനങ്ങൾ ഒറ്റക്കെട്ടായി ഒരേ മനസ്സോടെ അവരവരുടെ ജീവന് വേണ്ടിയിട്ടുള്ള ഒരു സമരത്തിലാണുള്ളത്. അതിൻ്റെ ഭാഗമായിട്ടുള്ള ആ സമരത്തെ പോലും അതൊരു രാഷ്ട്രീയ പ്രേരിതമാണ്, ആ സമരങ്ങൾ അതുപോലെ നടന്നോട്ടെ എന്ന് ഒരു മന്ത്രി പറയുന്ന ഒരു ഘട്ടം വരുമ്പോൾ അദ്ദേഹം ശരിക്കും പറഞ്ഞാൽ ഈ പ്രസ്താവന പിൻവലിച്ച് പൊതുസമൂഹത്തോട് മാപ്പ് പറയണം. ഈ ഒരു എസ്റ്റേറ്റ് എന്ന് പറയുന്നത് ഏറ്റവും പിന്നോക്കമുള്ള ഈ SHO പറയുന്നത് ഞങ്ങളോട് പുറത്തേക്ക് പോകാൻ ഒരിക്കലും അതിന് നാട്ടുകാർ അനുവദിക്കില്ല. മാധ്യമപ്രവർത്തകരാണ് ഈ വിഷയം ജനങ്ങളിൽ എത്തിച്ചതും പൊതുവായി ഭരണത്തിലേക്ക് ആളുകളിലേക്ക് എത്തിച്ചതും മാധ്യമപ്രവർത്തകരാണ്. അവർക്ക് നാട്ടുകാരുടെ മുഴുവൻ പിന്തുണയുണ്ട് ഈ വിഷയമായിട്ട് സംസാരിക്കുമ്പോൾ ഇങ്ങനെ ഒരു ഇൻസിഡൻറ്റ് നടന്നിട്ട് മന്ത്രി ഇന്നലെ കോഴിക്കോട് ഫാഷൻ പോയിൽ പാട്ടും പാടി ഡാൻസ് കളിച്ച് നടക്കുന്ന അയാൾക്ക് ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ ഗൗരവം എന്ന് കൃത്യമായിട്ട് ഞങ്ങൾക്ക് മനസ്സിലായി. ഒരു കാര്യം ഞങ്ങൾ ഉറപ്പിച്ച് പറയുന്നത്, മന്ത്രി എന്തായാലും പഞ്ചാരക്കുലിയിൽ കാലുകുത്താൻ ഞങ്ങൾ അനുവദിക്കില്ല. കാരണം എന്താ വെച്ചാൽ ഇത്രയും വലിയൊരു ഇൻസിഡൻറ്റ് നടന്നിട്ട് ഒന്ന് വിളിച്ച കുടുംബത്തെ ആശ്വസിപ്പിക്കാനോ അല്ലെങ്കിൽ ഇങ്ങോട്ടേക്ക് നേരിട്ട് വരാനോ മന്ത്രിക്ക് കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ പറയുന്നു, മന്ത്രിയെ പഞ്ചാരക്കൊല്ലിയിലേക്ക് കാലുകുത്താൻ ഞങ്ങൾ അനുവദിക്കില്ല. എന്തായാലും ഇത്തരം പ്രതികരണങ്ങൾ, അതായത് നാട്ടുകാർക്ക് സ്വാഭാവികമായി
വികാരം ഉണ്ടാവും. ഇവരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരാളെ കടുവ പിടിച്ചു, അങ്ങനത്തെ ഒരു വികാരം സ്വാഭാവികമാണ്. ആ സ്വാഭാവികമായ പ്രതികരണവും മറ്റും ഒപ്പം തന്നെ ഈ വനംവകുപ്പ് നടത്തുന്ന മിഷൻ പൂർണ്ണമായും നമ്മൾ ഇതുമായി സുർജിത് തന്നെ പറഞ്ഞതുപോലെ ഒരു DFOയെ തടയുക എന്ന് പറഞ്ഞാൽ പ്രോട്ടോകോളിൽ ആരാണ് മുന്നിൽ പിന്നിൽ എനിക്കറിയില്ല. പക്ഷേ DFO എന്ന് പറഞ്ഞ ഉന്നത ഉദ്യോഗസ്ഥനാണ്. ഉന്നത ഉദ്യോഗസ്ഥനെ SHO തടയുക എന്നുള്ളത് അത് അൺയൂഷ്വലാണ്. അത് SHO അദ്ദേഹത്തിൻ്റെ സ്വന്തം കപ്പാസിറ്റിക്ക് ചെയ്യുന്നതല്ല. സുർജിത്ത് ഉറപ്പാണ്, കൃത്യമായ നിർദ്ദേശപ്രകാരം ഈ DFOയെ സംസാരിക്കാൻ അനുവദിക്കരുത്, ജനങ്ങളുടെ പ്രതിഷേധത്തിന് അതിന് കാരണമാകുമെന്ന കൃത്യമായ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെ SHO വന്നു തടഞ്ഞ് പിടിച്ചോണ്ട് പോയി DFOയെ എന്ന് സംശയിച്ചാൽ കുറ്റം പറയാൻ പറ്റുമോ സുർജിത്ത്? എങ്ങനെയാണ് ഇത് സംഭവിച്ചത് എന്നുള്ള കാര്യത്തിൽ നമുക്ക് അത് വ്യക്തത വരേണ്ടതുണ്ട്. ഇവിടെ വന്ന സംഭവം, ഇത് നടന്ന സംഭവം, ആ ദൃശ്യങ്ങൾ തന്നെ കൃത്യമായ രീതിയിൽ സംസാരിക്കുന്നുണ്ട്. എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുള്ളത് എന്നുള്ള ആ ദൃശ്യങ്ങൾ തന്നെ സംസാരിക്കുന്നുണ്ട്. നമുക്കതിന് മറ്റൊരു തെളിവിൻ്റെ ആവശ്യമില്ല. നമ്മൾ പറയുന്നതല്ല, അത് ആ ദൃശ്യം സംസാരിക്കുന്നുണ്ട്. അതായത് DFO സുഗമമായ രീതിയിൽ അവിടെ നിന്ന് സംസാരിക്കുന്നു, DFO കാര്യങ്ങൾ വിശദീകരിക്കുന്നു, എന്തൊക്കെയാണ് നടക്കാൻ പോകുന്ന നടപടികൾ എന്നുള്ളത് വിശദീകരിക്കുന്നു. മാത്രമല്ല ഡ്രോൺ പരിശോധന, മറ്റ് ക്യാമറ ട്രാപ്പുകളുടെ പരിശോധന, കൂടുതൽ തെർമൽ സംവിധാനം ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധന, ഡോക്ടർ അരുൺ സക്രിയയുടെയും ടീമിൻ്റെയും പരിശോധന, ഇത്തരം കാര്യങ്ങൾ അക്കമിട്ട് നിരത്തി വിശദീകരിക്കുകയാണ് DFO. ആ വിശദീകരണത്തിനിടയിൽ കയറിയാണ് ഇത്തരത്തിലൊരു തടസ്സമുണ്ടാക്കി അദ്ദേഹത്തെ പുറകിലേക്ക് മാറ്റി ഇവിടെ ഒരു ലൈവുമില്ല, ഒന്നുമില്ല എന്നുള്ള തരത്തിലുള്ള ഒരു പ്രതികരണത്തിലേക്ക് ഈ SHO എത്തുന്നത്. എന്ത് സാഹചര്യത്തിലാണ്, എന്താണ് ഇത്രമാത്രം അങ്ങനത്തെ ഒരു സാഹചര്യം എന്തെന്ന് മനസ്സിലാകാത്ത വിധത്തിൽ, അതായത് ഈ കാര്യം വിശദീകരിക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു IFS റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ ഇവിടെ വെച്ചാണ് തടഞ്ഞ് അദ്ദേഹത്തെ പുറകിലേക്ക് മാറ്റിക്കൊണ്ടുപോയി ഇവിടെ ഒരു ലൈവുമില്ല, ഒന്നുമില്ല എന്ന് ധാർഷ്ട്യത്തോടുകൂടി സംസാരിച്ചുകൊണ്ട് അയാൾ ഇവിടെ നിന്നും പോകുന്നത്. അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് വനം മന്ത്രി ജില്ലയിലുണ്ട്. ജില്ലയിലുള്ള വനം മന്ത്രി സ്വാഭാവികമായി ജില്ലയുടെ ചുമതലയുള്ള മന്ത്രിയാണ്. SP-യോട് ഇതുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് തേടിയിട്ടുണ്ടെന്നുള്ളത് വനം മന്ത്രി പറയുകയുണ്ടായിട്ടുണ്ട്. ഇതിൽ കൃത്യമായ രീതിയിലുള്ള നടപടി ഉണ്ടാകണം എന്നുള്ള തരത്തിൽ തന്നെയാണ് കാര്യമാണ്. ഇന്നലെ നമ്മുടെ എൻകൗണ്ടർ ചർച്ചയിൽ ഷാനവാസിനെ പോലുള്ളവർ വന്ന് ചങ്ക് പൊടിഞ്ഞ് കണ്ണ് നിറഞ്ഞ് വിതുമ്പിയാണ് സംസാരിക്കുന്നത്. അത് അവർ നേരിടേണ്ടി വരുന്ന, അവർ കൺമുന്നിൽ കണ്ട ഈ പറയുന്ന അങ്ങേയറ്റം വികൃതമാക്കപ്പെട്ട ഒരു മൃതശരീരത്തെ പറ്റിയാണ്, അവരുടെ കൂടപ്പുറപ്പിനെ പറ്റിയാണ്, അവിടുത്തെ പ്രാണഭയങ്ങളെ പറ്റിയാണ്. നാട്ടുകാരുടെ വേദനയും രോഷവും അതിലാണ്. അതല്ല DFO എന്തോ പറയുന്നില്ല എന്നുള്ളതല്ല. അത് ഒഴിവാക്കാനാണോ എന്തോ? എന്തായാലും SHO ഒന്ന് DFO പറഞ്ഞ വാചകം മുഴുവിപ്പിക്കാതെ അദ്ദേഹത്തെ പിടിച്ചോണ്ട് പോയി എന്നൊക്കെ പറയുന്നതിൽ സർക്കാർ മറുപടി പറയേണ്ടതാണ്. അതിന് ഈ SHOയെ അങ്ങോട്ടേക്ക് പിടിച്ചു മാറ്റാൻ, ജനങ്ങളുടെ പ്രതിഷേധം ആ രീതിയിൽ ഒഴിവാക്കാൻ SHOയ്ക്ക് നിർദ്ദേശം കൊടുത്ത സർക്കാരിലെ ഉന്നതൻ ആരാണ് എന്നാണ് അറിയേണ്ടത്.